ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ആഞ്ഞുവീശി UDF കൊടുങ്കാറ്റ്. കോട്ടയം ജില്ല UDF തൂത്തുവാരി, കടപുഴകി LDF. ജില്ലയിൽ UDFന് അപ്രതീക്ഷിത വിജയം. 9 മണ്ഡലങ്ങളിലും വിജയക്കൊടി പാറിച്ചു. ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവുമായി പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ. ഏറ്റുമാനൂരിലെ ഇടതുകോട്ടയിൽ ഇടിച്ചുകയറി നാട്ടകം സുരേഷ്. തകർന്നടിഞ്ഞ് VN വാസവൻ. ഡോക്ടർ N ജയരാജനെ കൈവിട്ട കാഞ്ഞിരപ്പള്ളി. ജയൻ കില്ലറായി കോൺഗ്രസിന്റെ റോണി കെ ബേബി. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഭരണത്തിലുണ്ടായിരുന്ന അവസാന സംസ്ഥാനത്തു നിന്നും ഇടതുപക്ഷം പുറത്താകുന്നു. സംസ്ഥാന രാഷ്ട്രീയം ഇരുമുന്നണികളായി തിരഞ്ഞതിനു ശേഷം LDF നേരിട്ട ഏറ്റവും വലിയ പരാജയമാണ് ഇക്കുറി. ഏറ്റവും വലിയ തിരിച്ചടി CPIM-നാണ്. CPM കോട്ടകളിൽ വിമതർ നേടിയ വിജയം പാർട്ടി ഇടതുപക്ഷ നയങ്ങൾ കൈവിട്ടതിനോടുള്ള പ്രതികരണമായി വേണം കാണാൻ. മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ ധർമ്മടത്ത് ആദ്യ റൗണ്ടുകളിൽ പിന്നിൽ പോയി എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ CPIM നേരിട്ട തകർച്ചയെ വ്യക്തമായി നിർവചിക്കുന്നു. ഒപ്പം പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും CPIM വിട്ട് UDF പിന്തുണയോടെ മത്സരിച്ച PV കുഞ്ഞികൃഷ്ണന്റെയും TV ഗോവിന്ദന്റെയും G സുധാകരന്റെയും വിജയം CPM-ന് ഏറ്റ വലിയ പ്രഹരമായി. ചുവപ്പ് കോട്ടകളായ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ആലപ്പുഴയും CPIM വലിയ തകർച്ച നേരിട്ടു. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഭരണമുണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് CPM-ഉം CPI-യും ഉൾപ്പെട്ട ഇടതുപക്ഷം പടിയിറങ്ങുമ്പോൾ അതിന് അടിസ്ഥാന കാരണം ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPIM അതിന്റെ ഇടതുപക്ഷ സ്വഭാവം കൈവിട്ടതാണെന്നതാണെന്ന് ശ്രദ്ധേയം. കാലങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന ഗണ്യമായ ഒരു വിഭാഗം ഇക്കുറി വോട്ട് മാറി ചെയ്തതുകൊണ്ടാണ് ഇടതുകോട്ടകളിൽ തിരിച്ചടി നേരിട്ടതെന്ന് കാണാം. ഇതിൽ ഒരിക്കലും LDF പരാജയം പ്രതീക്ഷിക്കാത്ത തൃക്കരിപ്പൂർ പോലുള്ള മണ്ഡലങ്ങളുമുണ്ട്. അതേസമയം CPM-നെ അപേക്ഷിച്ച് CPI-ക്ക് വലിയ പരിക്കുകളില്ല എന്നതും ശ്രദ്ധേയമാണ്. CPIM-നെ ബാധിച്ച രാഷ്ട്രീയ ജീർണതയും അഴിമതിയും സ്വജനപക്ഷപാതവും ധാർഷ്ട്യവും ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ചു എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷവും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് അവകാശപ്പെട്ട് CPM നേതൃത്വം ജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകന്നുപോയിരിക്കുന്നു എന്നും ഈ ഫലം വ്യക്തമാക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ ചുമതലയേറ്റതു മുതൽ CPIM-നുണ്ടായ നയവ്യതിയാനത്തിന്റെ ആത്യന്തിക ഫലമാണ് ഇപ്പോൾ പാർട്ടി നേരിട്ട വലിയ തിരിച്ചടി. പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് CPM ചുരുങ്ങിപ്പോയതിന്റെ തിക്തഫലം. കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് ഓമനപ്പേരിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിളിക്കുന്ന അധികാര കേന്ദ്രീകരണം ഒരു പാർട്ടിയെ എത്രമാത്രം ദൂഷിപ്പിക്കാമെന്നതിന്റെ ഉദാഹരണമായ CPM മാറി എന്ന വിലയിരുത്തൽ ജനവും ശരിവയ്ക്കുന്നു. LDF-ന്റെ കേരളത്തിലെ തോൽവി ദേശീയ രാഷ്ട്രീയത്തിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പശ്ചിമ ബംഗാളിലും ഭരണം പിടിച്ചു മുന്നേറുന്ന BJP-യെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് ഇനി എന്തു ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാന ചോദ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്തുടനീളം ആധിപത്യം തിരിച്ചുപിടിച്ച് കേരളത്തിൽ UDF ഭരണം തിരിച്ചുപിടിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം നേരിട്ട LDF-ന് ചുവപ്പ് കോട്ടകളിൽ അപ്രതീക്ഷിത തിരിച്ചടികളുണ്ടായി. സ്വപ്നതുല്യമായ വിജയത്തോടെ UDF കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തി. 10 വർഷത്തിന് ശേഷം 100-ലേറെ സീറ്റുമായി UDF വിജയിക്കുമ്പോൾ പ്രധാന നേട്ടം മുഖ്യകക്ഷിയായ കോൺഗ്രസിന് തന്നെ. ചരിത്രത്തിലെ വലിയ വിജയമാണ് കോൺഗ്രസിന് കേരളത്തിൽ ഉണ്ടായത്. CPIM-ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയും. UDF-ൽ കോൺഗ്രസിനൊപ്പം ഘടകകക്ഷിയായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും മിന്നുന്ന വിജയം നേടി. ഒപ്പം RMPയുടെ KK രമയും കേരള കോൺഗ്രസ് ജേക്കബിന്റെ അനൂപ് ജേക്കബും CMPയുടെ CP ജോണും മാണി C കാപ്പനും ജയിച്ചു. അതേസമയം CPIM-ൽ നിന്ന് പുറത്തുവന്ന് UDF പിന്തുണയോടെ മത്സരിച്ച PV കുഞ്ഞികൃഷ്ണന്റെയും TV ഗോവിന്ദന്റെയും G സുധാകരന്റെയും വിജയം വിസ്മയങ്ങളുമായി. 3 സീറ്റുകളിൽ വിജയിച്ച് NDA മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു ഘടകം. നേമത്ത് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെയും കഴക്കൂട്ടത്ത് V മുരളീധരന്റെയും ചാത്തന്നൂരിൽ ഗോപകുമാറിന്റെയും വിജയം BJPക്ക് ആത്മവിശ്വാസം പകരും. 100 സീറ്റിലേറെ UDF വിജയിക്കുമെന്ന അവിശ്വസനീയമായ പ്രഖ്യാപനം നടത്തി അത് സാധിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് UDF-ന്റെ വിജയശില്പി. ന്യൂസ് ഡെസ്ക്, പൊൻകുന്നം. കോട്ടയം ജില്ലയിൽ ചരിത്രം വഴിമാറിയ തിരഞ്ഞെടുപ്പായി ഇത്. LDF അല്ലാതെ മറ്റാരും വിജയിച്ചിട്ടില്ലാത്ത വൈക്കം ഉൾപ്പെടെ 9 മണ്ഡലങ്ങളിലും ഇക്കുറി UDF നേടി. UDF യഥാർത്ഥ വിസ്മയം കാഴ്ചവെച്ചത് ഇക്കുറി കോട്ടയം ജില്ലയിലാണ്. 9-ൽ 9 സീറ്റും UDF-ന്. അതിൽ UDF-ന് പോലും വിജയപ്രതീക്ഷയില്ലാതിരുന്ന കാഞ്ഞിരപ്പള്ളിയും വൈക്കവും ഉൾപ്പെടുന്നു. വോട്ടെണ്ണൽ തുടങ്ങി 10 മിനിറ്റിനകം LDF സ്ഥാനാർത്ഥി VN വാസവന്റെ മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഏറ്റുമാനൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് ജയിച്ചത് 20,000
ലക്ഷത്തോളം വോട്ടുകൾക്ക്. പാലായിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഉൾപ്പെടെ ജില്ലയിൽ കേരള കോൺഗ്രസ് എം മത്സരിച്ച പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും ഒപ്പം കാഞ്ഞിരപ്പള്ളിയും തോറ്റു. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നിയിൽ പ്രമോദ് നാരായണനും ഉൾപ്പെടെ മത്സരിച്ച സീറ്റുകളിൽ മുഴുവനും തോറ്റ കേരള കോൺഗ്രസ് എമ്മാണ് ഇക്കുറി വലിയ തിരിച്ചടി നേരിട്ട കക്ഷികളിൽ ഒന്ന്. കോട്ടയത്തിനൊപ്പം ഇടുക്കി, പത്തനംതിട്ട ജില്ലകളും UDF തൂത്തുവാരിയപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതായി. അതേസമയം കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിക്ക് പുറമെ ചങ്ങനാശ്ശേരി കൂടി പിടിച്ചെടുത്ത കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാനത്ത് മത്സരിച്ച 8 സീറ്റുകളിൽ 7 നേടി വലിയ മുന്നേറ്റം നടത്തി. കാഞ്ഞിരപ്പള്ളിയിൽ സിറ്റിംഗ് MLA N ജയരാജിനെ അട്ടിമറിച്ച കോൺഗ്രസിന്റെ റോണി കെ ബേബിയാണ് ജില്ലയിലെ ഇത്തവണത്തെ ജയൻ കില്ലർ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളും UDF നേടിയപ്പോൾ അത് ചരിത്രമായി. പാലായിൽ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും UDF വലിയ ഭൂരിപക്ഷമാണ് നേടിയത്. കോട്ടയം ജില്ലയിൽ UDF കൊടുങ്കാറ്റായി വീശിയപ്പോൾ കേരള കോൺഗ്രസ് ഉൾപ്പെട്ട ഇടതുപക്ഷം പൂർണ്ണമായും തകർന്നടിഞ്ഞു. 9 നിയോജക മണ്ഡലങ്ങളിലും UDF വെന്നിക്കൊടി പാറിച്ചപ്പോൾ അത് അവർ പ്രതീക്ഷിക്കാത്ത വിജയമായി. പാലായിലൊഴികെ എല്ലാ മണ്ഡലങ്ങളിലും UDF വലിയ ഭൂരിപക്ഷമാണ് നേടിയത്. പുതുപ്പള്ളിയുടെ ചാണ്ടി ഉമ്മനാണ് ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. 52,907 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ചാണ്ടി ഉമ്മന് ലഭിച്ചത്. ചാണ്ടി ഉമ്മൻ 84,031 വോട്ടുകൾ നേടി. ഇടതുപക്ഷത്തിന്റെ KM രാധാകൃഷ്ണന് 31,124 വോട്ടും NDAയുടെ രവീന്ദ്രനാഥ് വാകത്താനം 11,544 വോട്ടുകളും നേടി. കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 68,893 വോട്ടുകളാകെ നേടി. 35,986 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K അനിൽകുമാറിന് 32,907 വോട്ടാണ് നേടാനായത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേടിയ ഭൂരിപക്ഷം പോലും നേടാൻ അനിൽകുമാറിന് ആയില്ല. NDAയുടെ P അനിൽകുമാറിന് 9,726 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. ഏറ്റുമാനൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാട്ടകം സുരേഷ് 19,752 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ 64,077 വോട്ടുകൾ നേടി. ഇടതുപക്ഷത്തിന്റെ മന്ത്രി VN വാസവന് 44,325 വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. NDA സ്ഥാനാർത്ഥി ആതിര D നായർ 12,975 വോട്ടുകളാണ് നേടിയത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലായിരുന്നു പ്രതീക്ഷിക്കാത്ത വിജയം UDFന് നേടാൻ കഴിഞ്ഞത്. UDFന്റെ റോണി കെ ബേബി 56,646 വോട്ടുകൾ നേടി. ഭൂരിപക്ഷം 5,772. കഴിഞ്ഞ 20 വർഷമായി ജനപ്രതിനിധിയായിരുന്ന ഡോക്ടർ N ജയരാജിന് ഇക്കുറി 50,874 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. BJPയുടെ A ക്ലാസ് മണ്ഡലമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട് പ്രചരണം നടത്തിയ NDAയ്ക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനിലൂടെ 26,984 വോട്ടുകൾ മാത്രമാണ് കാഞ്ഞിരപ്പള്ളിയിൽ നേടാൻ കഴിഞ്ഞത്. പാലായിൽ ഹാട്രിക് വിജയം നേടിയ മാണി സി കാപ്പൻ 50,799 വോട്ടുകൾ നേടി. 2,991 വോട്ടിന്റെ ഭൂരിപക്ഷം. കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണിക്ക് 47,808 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. NDAയുടെ ഷോൺ ജോർജ് 35,304 വോട്ടുകൾ നേടി. പൂഞ്ഞാർ മണ്ഡലത്തിലും അട്ടിമറി വിജയമാണ് ഉണ്ടായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ 6,628 വോട്ടിന്റെ ഭൂരിപക്ഷവുമായി 56,599 വോട്ടുകൾ നേടി. സിറ്റിംഗ് MLA ആയ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് 49,971 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. NDAയുടെ സ്ഥാനാർത്ഥി PC ജോർജ് 35,573 വോട്ടുകളുമായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാത്ത തോൽവിയാണ് VN വാസവന് നേരിടേണ്ടി വന്നത്. പാർട്ടിക്ക് ഏറെ കെട്ടുറപ്പുള്ള മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും പാർട്ടി നേതൃത്വവും VN വാസവനും ചിന്തിച്ചിരുന്നില്ല. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ LDF നേരിട്ടത് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടുള്ള പരാജയമാണ്. പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ K സുരേഷ് കുറുപ്പ് MLA ആയിരുന്നപ്പോൾ മുതൽ LDFനെ പിന്തുണച്ച ചരിത്രമാണുള്ളത്. എന്നാൽ വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ മാത്രമാണ് VN വാസവന് നേരിയ ഭൂരിപക്ഷം ലഭിച്ചത്. മെഷീൻ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയതോടെ എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ നാട്ടകം സുരേഷ് ലീഡ് നേടാൻ തുടങ്ങി. വോട്ടെണ്ണൽ അവസാനിക്കുന്നവരെയും ഈ ലീഡ് നിലനിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. 19,752 വോട്ടുകൾക്കാണ് നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിൽ വിജയം കണ്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കന്നി അംഗത്തിൽ തന്നെ സിറ്റിംഗ് MLAയും മന്ത്രിയുമായ VN വാസവനെ പരാജയപ്പെടുത്താനായതിന്റെ ആഹ്ലാദത്തിലാണ് ഏറ്റുമാനൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ്. തന്നെ വിജയിപ്പിച്ചവരോട് നന്ദി പറയുന്നതിന് പകരം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് തന്റെ സ്നേഹം അറിയിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
ഇടതുകോട്ടയായ ഏറ്റുമാനൂരിൽ ത്രിവർണ്ണ പതാക പാറിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് DCC പ്രസിഡന്റായ നാട്ടകം സുരേഷ് സിറ്റിംഗ് MLAയും മന്ത്രിയുമായ VN വാസവനെ പരാജയപ്പെടുത്തി LDF കോട്ട പിടിച്ചെടുക്കുമ്പോൾ തന്റെ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നാട്ടകം സുരേഷിന്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നുവന്ന ഈ നാട്ടകംകാരൻ ആദ്യ ശ്രദ്ധ നേടിയത് ഇടതുകോട്ടയായ നാട്ടകം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചാണ്. DCC പ്രസിഡന്റ്, KPCC സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനത്തിന് രാഹുൽ ഗാന്ധിയുടെ പ്രശംസയും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. LDF കോട്ടയായ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ തന്നെ കന്നി അംഗത്തിൽ വിജയിക്കാനായതിന്റെ ആഹ്ലാദം അദ്ദേഹം മറച്ചുവെക്കുന്നില്ല. തന്നെ വിശ്വസിച്ച ജനങ്ങളോട് ഒറ്റവാക്കിൽ നന്ദി പറയുന്നതിനു പകരം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർ നൽകിയ സ്നേഹം തിരിച്ചു നൽകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രബുദ്ധരായ വോട്ടർമാരാണ് അവര് ഈ സർക്കാരിന്റെ അഴിമതി, ഈ സ്വർണ്ണക്കൊള്ള, അതേപോലെ തന്നെ ശബരിമല, ഈ വിഷയങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഏറ്റുമാനൂരിലെ ജനങ്ങൾ അവർ പ്രബുദ്ധരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ. സർക്കാരിന്റെ 10 കൊല്ല പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണല്ലോ. വിലക്കയറ്റം, അഴിമതി, സ്വകാര്യസ്ഥത, എന്താ ഈ സർക്കാരിന് പറയാനായിട്ടുള്ളത്? ഈ സർക്കാർ കേരളത്തെ ഒന്ന് തീർത്തു കളഞ്ഞില്ലേ? ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം ഈ സംസ്ഥാനത്തെ ജനങ്ങൾ വൈരാഗ്യത്തോടുകൂടി ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്നതാണ് കേരളം കണ്ടത്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമോ? ഈ സർക്കാർ ഇനി ഒരു കാലം മണ്ണിലേക്ക് മടങ്ങി വരാൻ പോകുന്നില്ല. ഇടതുമുന്നണി മടങ്ങി വരാൻ പോകുന്നില്ല. കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും വിജയിക്കാനായത് UDFന്റെ കൂട്ടായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫലപ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടം മുതൽ ലീഡ് നിലനിർത്തിയ നാട്ടകം സുരേഷ് 64,077 വോട്ടുകളാണ് നേടിയത്. 19,752 വോട്ടുകളുടെ ഭൂരിപക്ഷവും സിറ്റിംഗ് MLAയും മന്ത്രിയുമായ എതിർ സ്ഥാനാർത്ഥി VN വാസവന് 44,325 വോട്ടുകളാണ് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി ആതിര D നായർ 12,975 വോട്ടുകൾ നേടി. ഇവിടെ 598 നോട്ടയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി മണ്ഡലം രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് ഡോക്ടർ N ജയരാജ് എന്ന വൻമരം കടപുഴകി വീണത്. 20 വർഷത്തെ രാഷ്ട്രീയ പരിചയമോ മണ്ഡലത്തിലെ തന്റെ സ്വാധീനമോ റോണി കെ ബേബി എന്ന കന്നി അംഗക്കാരന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഡോക്ടർ N ജയരാജിനെ തുണച്ചില്ല. വാഴൂർ മണ്ഡലം ഉണ്ടായിരുന്ന കാലത്തോളം വാഴൂരിന്റെ ജനനായകനായിരുന്ന K നാരായണക്കുറുപ്പിന്റെ സുദീർഘമായ രാഷ്ട്രീയ ജീവിതം കണ്ടുവളർന്ന ഡോക്ടർ N ജയരാജ് അദ്ദേഹത്തിന്റെ കാലശേഷം വാഴൂരിന്റെ സാരഥ്യം ഏറ്റെടുത്തു. തുടർന്ന് ചില ചേർക്കലുകളുടെയും വിട്ടുകൊടുക്കലിന്റെയും ഫലമായി കാഞ്ഞിരപ്പള്ളി മണ്ഡലം രൂപീകൃതമായപ്പോൾ അതിന്റെ നായകനും ഡോക്ടർ N ജയരാജ് തന്നെയായി. കാഞ്ഞിരപ്പള്ളിക്കാരുടെ ഏറെ പ്രിയപ്പെട്ട നായകന് ഇക്കുറി ഏൽക്കേണ്ടി വന്ന പരാജയം ഏറെ കൈപ്പേറിയതാവും. തുടർച്ചയായി 20 വർഷക്കാലമായി രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന ഡോക്ടർ N ജയരാജിന് ഇക്കുറി കന്നി അംഗക്കാരനായ റോണി കെ ബേബിയോട് പൊരുതി നിൽക്കാനായില്ല. UDFലെ റോണി കെ ബേബി 56,646 വോട്ടുകൾ നേടിയപ്പോൾ ഡോക്ടർ N ജയരാജിന് ലഭിച്ചത് 50,874 വോട്ടുകളാണ്. 5,772 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ UDF വിജയം കണ്ടത്. NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യൻ 26,984 വോട്ടുകളാണ് നേടിയത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ മാത്രമാണ് ഡോക്ടർ N ജയരാജിന് നേരിയ ഭൂരിപക്ഷം നേടാനായത്. മണ്ഡലത്തിൽ LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ ചിറക്കടവ്, വാഴൂർ പഞ്ചായത്തുകളിൽ പോലും ഡോക്ടർ N ജയരാജിന് ലീഡ് നേടാൻ കഴിയാഞ്ഞത് LDFനോട് ജനങ്ങൾക്കുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായ പ്രൊഫസർ റോണി കെ ബേബി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയതാണ്. അധ്യാപകനും ഗ്രന്ഥകർത്താവുമായ ഇദ്ദേഹത്തിന്റെ കന്നി അംഗത്തിൽ തന്നെ സിറ്റിംഗ് MLAയെ പരാജയപ്പെടുത്താനായത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ചരിത്ര ഭൂരിപക്ഷവുമായി പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചു. എതിർ സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്തള്ളി 52,907 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. ഉമ്മൻചാണ്ടിക്ക് പകരം ചാണ്ടി ഉമ്മൻ എന്ന് തെളിയിച്ച് പുതുപ്പള്ളിയിൽ കോൺഗ്രസിന് ചരിത്ര വിജയം. എതിർ സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കി 53,440 വോട്ടെന്ന ചരിത്ര ഭൂരിപക്ഷം നേടിയാണ് ചാണ്ടി ഉമ്മൻ വീണ്ടും പുതുപ്പള്ളിയുടെ നായകനായത്. ചാണ്ടി ഉമ്മൻ 84,031 വോട്ടുകൾ നേടിയപ്പോൾ LDFലെ KM രാധാകൃഷ്ണന് 31,124 വോട്ടുകളാണ് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാകത്താനം 11,544 വോട്ടുകൾ നേടി. പ്രചരണ കാലത്ത് തന്നെ വേറിട്ട പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയ ചാണ്ടി ഉമ്മൻ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. തന്റെ വിജയം പിതാവിന്റെ കൂടെ വിജയമാണെന്ന് അദ്ദേഹം ക്യാബിനറ്റ് ന്യൂസിനോട് പറഞ്ഞു. തന്റെ പിതാവിനെ അപമാനിച്ചവർക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ് ഇടതുപക്ഷത്തിന്റെ പരാജയമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പയുടെ 14ാമത്തെ വിജയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി കണ്ട
ഏറ്റവും വലിയ വിജയം എനിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അതിന് കാരണം എൻ്റെ പിതാവ് തന്നെയാണ്. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ 14ാമത്തെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമ്മളോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഞാനന്ന് പറഞ്ഞ പോലെ എന്നും നിർസാന്നിധ്യമായി അദ്ദേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഇത്ര വലിയ വിജയം നമുക്ക് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല. ഇവിടുത്തെ ജനതയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ ഓർത്ത് എനിക്ക് നിങ്ങൾ ചെയ്ത വോട്ട്, അദ്ദേഹത്തിന് കൊടുത്ത വിജയമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി കണക്കാക്കുന്നു. പുതുപ്പള്ളിയുടെ ജനതയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മണ്ണാർക്കാട്. പുതുപ്പള്ളിയിൽ ചരിത്ര വിജയം നേടിയ ചാണ്ടി ഉമ്മൻ തന്റെ വിജയത്തിനിടയിലും പിതാവ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി. കല്ലറയ്ക്ക് മുന്നിൽ ഏറെ നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പ്രവർത്തകർക്കൊപ്പം പോയത്. പുതുപ്പള്ളി എന്നാൽ ഉമ്മൻചാണ്ടി എന്ന വാക്യം ഉമ്മൻചാണ്ടിയുടെ കാലശേഷം ചാണ്ടിയുമ്മൻ എന്നായി മാറിയിരിക്കുകയാണിപ്പോൾ. പ്രതീക്ഷിച്ചിരുന്ന വിജയം കൈപ്പിടിയിൽ ഒതുക്കിയ ശേഷം ഇലക്ഷൻ സമയത്തെ തന്റെ സന്തത സഹചാരിയായിരുന്ന സൈക്കിളിൽ പുതുപ്പള്ളിയിലെ വീട്ടിൽ നിന്നും ചാണ്ടിയുമ്മൻ പോയത് പുതുപ്പള്ളി പള്ളിയിലെ തന്റെ പിതാവിന്റെ കല്ലറയിലേക്കായിരുന്നു. കൽക്കുരിശിന് മുന്നിലും പള്ളിയിലും പ്രാർത്ഥിച്ച ശേഷം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു. അപ്പയുടെ കല്ലറയ്ക്ക് മുന്നിൽ ഏറെ സമയം പ്രാർത്ഥിച്ച ചാണ്ടിയുമ്മൻ അമ്മ മറിയാമ്മയുടെയും അനുഗ്രഹം തേടി. തുടർന്ന് പ്രവർത്തകർക്കൊപ്പം ഏവരോടും നന്ദി പറഞ്ഞു. വോട്ടെണ്ണി തുടങ്ങിയ ആദ്യ സമയങ്ങളിൽ ചാണ്ടിയുമ്മന്റെ ലീഡ് ഉയരാൻ തുടങ്ങിയതോടെ രാവിലെ തന്നെ പ്രവർത്തകർ വീടിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മണ്ഡലത്തിന്റെ ഭൂപടം തിരുത്താൻ ഇടതുമുന്നണിക്കായില്ല. 4ാം തവണയും കോട്ടയം മണ്ഡലം കാക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയായിരുന്നു. കോട്ടയം മണ്ഡലത്തെ 2011 മുതൽ പിന്തുണച്ചിരുന്നത് UDF ആയിരുന്നു. ഇക്കുറിയും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. സിറ്റിംഗ് MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 35,986 വോട്ടുകൾക്കാണ് എതിർ സ്ഥാനാർത്ഥി LDFിലെ K അനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത്. തുടക്കം മുതൽ ശക്തമായ മത്സരം നിലനിന്നിരുന്ന കോട്ടയത്തിന് പക്ഷേ പോളിംഗ് ദിവസം മാറി ചിന്തിക്കാനുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 15 വർഷങ്ങളായി കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഉറച്ച UDF അടിത്തറയും തിരുവഞ്ചൂരിന് തുണയായി. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച വിഷമത്തിൻ്റെ ഒരു പ്രതികാരം ചോദിക്കുക, പകരം ചോദിച്ച അതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. പല സന്ദർഭങ്ങളിലും ഈ ഗവൺമെൻറ് തിരുത്താൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ അതെല്ലാം ഞങ്ങളുടെ ഏതോ ദൗർബല്യം കൊണ്ടാണ് എന്നുള്ള നിലയിലായിരുന്നു ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഇപ്പം ജനങ്ങൾ തന്നെ മൊത്തത്തിൽ രംഗത്തിറങ്ങി ഈ ഗവൺമെൻറ്റിനെ തിരസ്കരിച്ചു. ഇനി ഇവർ കേരളത്തിൽ വേണ്ട എന്നൊരു തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇലക്ഷൻ റിസൾട്ടായിട്ട് കാലമാണ് ഞാൻ കേരളത്തിലെ ജനങ്ങളെ എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. ജനാധിപത്യത്തോട് അവർ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രതിബദ്ധതയാണിത്. ഞാനതിന് ഒരിക്കൽ നന്ദി പറയാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഹാട്രിക് വിജയവുമായി പാലായിൽ മാണി സി കാപ്പൻ. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ കൂടിയായ എതിർ സ്ഥാനാർത്ഥി ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി ജൈത്രയാത്രയിലാണ് മാണി സി കാപ്പൻ. കോട്ടയം ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം കൂടിയാണ് പാല. തുടർച്ചയായ 3ാം അംഗത്തിലും വിജയം നേടി മാണി സി കാപ്പൻ. കേരളമാകെ UDF തരംഗം ആഞ്ഞുവീശിയ സാഹചര്യത്തിൽ കാപ്പന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായതിന്റെ ആശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വോട്ടെണ്ണലിന്റെ ഒരു സമയത്ത് പോലും ജോസ് കെ മാണിക്ക് മുന്നിലെത്താൻ സാധിച്ചില്ല. കടനാട്, രാമപുരം, മേലുകാവ്, എലിക്കുളം, തലനാട് പഞ്ചായത്തുകളാണ് കാപ്പനെ തുണച്ചത്. പാല മുനിസിപ്പാലിറ്റി, കരൂർ, മീനച്ചിൽ, മുത്തോലി, കൊഴുനാൽ പഞ്ചായത്തുകൾ ജോസ് കെ മാണിക്ക് ലീഡ് സമ്മാനിച്ചു. മാണി സി കാപ്പന് 50,799 വോട്ടും ജോസ് കെ മാണിക്ക് 47,808 വോട്ടും ഷോൺ ജോർജിന് 35,304 വോട്ടും അഡ്വക്കേറ്റ് റോണി നെടുമ്പള്ളിന് 506 വോട്ടും CG ബാബുവിന് 325 വോട്ടും സന്തോഷ് പുളിക്കന് 272 വോട്ടും നോട്ടയ്ക്ക് 583 വോട്ടും ലഭിച്ചു. NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതായാണ് വിലയിരുത്തൽ. മുൻ NDA സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് നേടാൻ ഷോണിന് സാധിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ആഞ്ഞുവീശി UDF കൊടുങ്കാറ്റ്. കോട്ടയം ജില്ല UDF തൂത്തുവാരി, കടപുഴകി LDF. ജില്ലയിൽ UDFന് അപ്രതീക്ഷിത വിജയം. 9 മണ്ഡലങ്ങളിലും വിജയക്കൊടി പാറിച്ചു. ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവുമായി പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ. ഏറ്റുമാനൂരിലെ ഇടതുകോട്ടയിൽ ഇടിച്ചുകയറി നാട്ടകം സുരേഷ്. തകർന്നടിഞ്ഞ് VN വാസവൻ. ഡോക്ടർ N ജയരാജനെ കൈവിട്ട കാഞ്ഞിരപ്പള്ളി. ജയൻ കില്ലറായി കോൺഗ്രസിന്റെ റോണി കെ ബേബി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
നമസ്കാരം.